ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഒരു ലേറ്റസ്റ്റ് ക്രൈം ത്രില്ലർ മൂവിയായ ഗോളം. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയിട്ട് പോണേ. ഇവിടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ കുറേ വർക്കേഴ്സിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവരൊക്കെ അർജൻറ്റായിട്ട് അവരവരുടെ പണികളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കുറേ പേര് കോഫി കുടിക്കുന്നുണ്ട്. അങ്ങനത്തെ സീനൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വർക്കറായ രാജീവ് ഉണ്ട്. അപ്പോൾ രാജീവ് മെയിൻ ഹെഡായ ജോണിനെ അന്വേഷിച്ചിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു പെൺകുട്ടി പറയും, സാർ ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ നേരെ ടോയ്ലറ്റിൽ പോയിട്ട് കുറേ ഡോർ മുട്ടിയിട്ട് വിളിച്ചു നോക്കും. പക്ഷെ ഒരനക്കവും കാണുന്നില്ല. അപ്പോൾ ഇയാൾ കുറേ വട്ടം വിളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വന്ന് നോക്കും. അപ്പോൾ ഇവരെങ്ങനെയൊക്കെയോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി വാങ്ങിയിട്ട് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജോണ് മരിച്ചു കിടക്കുന്നതായിരിക്കും കാണുന്നത്. തലയിലൊക്കെ ഫുള്ള് രക്തം വീണിട്ട് അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാകും. ഇത് കണ്ട് എല്ലാ എംപ്ലോയീസും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ സീങ്ങട്ടായിട്ട് നെക്സ്റ്റ് സീനിൽ ഓഫീസിൽ പോലീസുകാരും പിന്നെ നമ്മളെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, ബോഡി ചെക്ക് ചെയ്യാൻ, അവരൊക്കെ കൂടെ വന്നിട്ടുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഈ ബോഡി ചെക്ക് ചെയ്യുന്നതും അവിടെയുള്ള ആൾക്കാരെ ഒക്കെ നിരീക്ഷിക്കുന്ന പിന്നെ തെളിവെടുക്കുന്നതൊക്കെ സീനാ പിന്നെ കാണുന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് ടീമിലെ മെയിൻ ആളായ സന്ദീപിനെയാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ സന്ദീപിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അത് ഇവരെ സീനിയർ പോലീസ് ഓഫീസർ ആരോ ആണ്. എന്നിട്ട് പറയും, ഈ മരിച്ച ജോണ് നമ്മുടെ MLAന്റെ മെയിൻ ആളാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്താ സംഭവം എന്നൊക്കെ അറിയണം, ഇത് വെറുതെ തള്ളിക്കളയാൻ പാടില്ല എന്ന്. അപ്പോൾ ഇയാൾ ഫോൺ വെക്കും. അപ്പോൾ ഇയാളെ കൂടെ ഉണ്ടാകും റഹീം എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ. അയാൾ പറയും, ഇതിലിപ്പോൾ എന്തറിയാനാ കൂടുതൽ, ബാത്റൂമിൽ പോയപ്പോൾ കാല് തെന്നിയിട്ട് അവിടെ വീണു എന്നിട്ട് മരിച്ചു, അത്രയല്ലേ ഉള്ളൂ സംഭവം എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റഹീം സന്ദീപിന് നമ്മുടെ ജോണിന്റെ ഫോൺ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഇയാൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ വട്ടം ജിപ്സൺ ജോർജ് എന്ന് പറഞ്ഞൊരു നമ്പറിന് കോൾ വന്നതായിട്ട് കാണാം. പിന്നീട് നടക്കുന്നത് ഫുള്ള് ഈ ബോഡീൻ്റെ ഇൻസ്പെക്ഷൻ ആണ്. ഇതെങ്ങനെയാണ് മരിച്ചതെന്നുള്ളതിൻ്റെ തെളിവെടുപ്പാണ് പിന്നീട് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയിട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സന്ദീപും റഹീമും നൗഷാദും തമ്മിലുള്ളൊരു ചർച്ചയാണ്. അപ്പോൾ അവർ ഈ മരിച്ച കാര്യത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് നടത്തുന്നത്. അപ്പോൾ ഓരോരുത്തർ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ CCTVയിൽ നോക്കിയപ്പോൾ ഇയാളെ മേത്ത് കോഫി വീണിട്ട് അത് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വാഷ്റൂമിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇയാൾക്ക് മരണം സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ കോഫി മേത്ത് വീണിട്ട് അത് കഴുകി കളയാൻ പോകുമ്പോൾ ഡോറ് ലോക്ക് ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ പോകുന്നത്. അപ്പോൾ കൂടെയുള്ള റഹീം പറയും, ഇപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അയാൾ ഡെയിലി ഡോറ് ലോക്ക് ചെയ്യുന്നത് ആ ഒരു ഓർമ്മയിൽ ലോക്ക് ചെയ്തതാണെങ്കിലോ എന്ന്. അപ്പോൾ സന്ദീപ് പറയും, എന്നാൽ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഷ് ബേസിൻ്റെ തൊട്ടടുത്തല്ലേ ഡോറ്, അപ്പോൾ അയാൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഡോറ് തുറന്നൂടെ. പക്ഷെ അയാൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്, കാരണം ലോക്കിൽ മൊത്തം വിരൽപ്പാടുകൾ കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർ റഹീം പറയും, സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ അത് പറയട്ടെ എന്ന്. അപ്പോൾ ഇയാൾ പറയും, പറ. അയാൾ കോഫി വീണിട്ട് അത് കഴുകാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നു. കഴുകുന്നതിൻ്റെ ഇടയിൽ കാല് തെറ്റിയിട്ട് താഴെ വീകുന്നു. വീണിട്ട് അബോധാവസ്ഥയിലാണെങ്കിലും ഡോറ് ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ മരിച്ചതാണെങ്കിലോ? അപ്പൊ സന്ദീപ് പറയും, വീഴ്ചയ്ക്ക് ശേഷം എണീച്ചു പോവാൻ ഒരു ചാൻസും ഇല്ല, കാരണം വീണതിന് ശേഷം ജോൺ അവിടുന്ന് എഴുന്നേറ്റിട്ടേ ഇല്ല. പിന്നീട് ഇവര് ജോണിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് അന്വേഷിക്കുക. ജോണ് 2 കല്യാണം കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ 2 ഡിവോഴ്സ്ഡ് ആണ്. പിന്നെ ജോണിന് ആകെ ഉള്ളത് ഒരു അനിയനാണ്, ഇവാൻ ജോൺ. അദ്ദേഹം ഇവിടെ വിദേശത്താണുള്ളത്. അയാളെ കയ്യിൽ പൂത്ത കാശുള്ളത് കൊണ്ട് തന്നെ ഇയാളുമായിട്ട് ഒരു ശത്രുത ഉണ്ടാവാൻ കാര്യമില്ല. പിന്നീട് ജോണിന് ഏറ്റവും അടുപ്പുള്ള ഒരാളാണ് നമ്മുടെ ജിപ്സൺ ജോർജ്. അയാളെ കൂടെ വർക്ക് ചെയ്യുന്ന പാർട്ട്ണറാണ്. ഇവരുടെ ദുബായ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ നോക്കുന്നത് ജിപ്സൺ ആണ്. പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആള് നാട്ടിലും ഉണ്ട്. പിന്നീട് ഇവര് പോയിട്ട് ബാക്കിയുള്ള എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നൊക്കെ അവരെ ഫോണ് കളക്ട് ചെയ്തിട്ട് എടുത്തു വെക്കുന്നുണ്ട്. കാരണം അതിലെന്താന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് എല്ലാവരോടും ലോക്ക് തുറന്നിട്ട് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ റഹീം പറയും, സാറേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്ര കാലത്തെ ഇതൊരു മർഡർ ആവാൻ ഒരു ചാൻസും ഇല്ല, ഇത് ഒരു ആക്സിഡന്റ് ആയിട്ട് അയാൾ വീണ് മരിച്ചത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സന്ദീപ് പറയും, എൻ്റെ എക്സ്പീരിയൻസ് കുറവ് കൊണ്ടേയിരിക്കും എൻ്റെ ഡൗട്ട് ഇതൊരു മർഡർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ റഹീമിന് ഇയാൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു തിരക്കുണ്ട് തോന്നി. ഇയാൾക്ക് ഇപ്പോൾ പറയും, മറ്റേ നൗഷാദ് ഇല്ലേ, മറ്റേ പോലീസ് ഓഫീസർ, അയാളോട് പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം ആയാലും നമ്മൾ വീട്ടിൽ കയറലുണ്ടാവില്ല എന്ന്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഒരു ആൾ വന്നിട്ട് പറയും, സാറേ ഞാൻ ഇവിടുത്തെ എംപ്ലോയി അല്ല, ഞാനൊരു കോൺട്രാക്ട് വർക്കിന്റെ ആവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്, അപ്പോൾ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ സന്ദീപ് പറയും, ഈ മർഡർ നടക്കുന്ന ടൈമിൽ ആരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അവരൊക്കെ ഇവിടെ നിന്ന് പോവാൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞാലല്ലാണ്ട് എന്ന്. പിന്നീട് നമ്മുടെ സന്ദീപ്
സന്ദീപ് നേരെ പോയിട്ട് രാജീവില്ലേ ഈ ബോഡി ആദ്യം കണ്ട അയാളെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അയാളേക്ക് നിങ്ങളാണോ ആദ്യം ബോഡി കണ്ടത്? അപ്പോൾ പറയും അപ്പൊ നിങ്ങളെങ്ങനെയാണ് അയാൾ ബാത്റൂമിലിടുന്നു കൺഫേം ചെയ്തത്? ഇപ്പൊ ഇയാൾ പറയും ജിപ്സൺ സാറ് കുറേ വട്ടം ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായി ജോൺ എവിടെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ക്യാബിനിൽ പോയി നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. അപ്പോൾ നേരെ ടോയ്ലറ്റിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇയാളേക്കും നിങ്ങൾ ബോഡി എന്താ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാത്തത്? പറയും കണ്ടപ്പോൾ തന്നെ ശ്വാസം ഉണ്ടായിട്ടില്ല, പിന്നെ ഒന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ വെച്ച്. അപ്പോൾ പറയും എന്നാലും നിങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടെയെന്ന്. അപ്പോൾ പറയും അവിടെ ഇവിടെയും തൊട്ടിട്ട് എന്തിനാ ഞങ്ങൾക്ക് പൊല്ലാപ്പുണ്ടാക്കുന്നത്? അപ്പോൾ നമ്മുടെ രാജീവ് ജിപ്സൻ്റെ കൂടെ ദുബായിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ പോലീസ് വയ്ക്കും അപ്പോൾ ജിപ്സൻ പറഞ്ഞാൽ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമായിരിക്കില്ലേ എന്ന്. പിന്നീടുള്ള സീനിൽ അവിടുത്തെ സെക്യൂരിറ്റി സത്യനെ ക്വസ്റ്റ്യൻ ചെയ്തതാണെന്നത് അയാളോട് എന്തൊക്കെയോ ചോദിക്കും. അതായിട്ട് സത്യൻ്റെ വൈഫ് സിന്ധു അവിടുത്തെ ക്ലീനറാണ്. അപ്പോൾ അവളോടും ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ അവൾ പറയും സാറ് നല്ലൊരു മനുഷ്യനായിരുന്നു, എനിക്ക് വയ്യാണ്ടായപ്പോൾ എനിക്ക് ലീവും പൈസയൊക്കെ തന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ റഹീം വന്നിട്ട് പറയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കോൺഫറൻസ് റൂമിലേക്ക് വിളിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ സന്ദീപ് പറയും വേണ്ട, നമുക്ക് ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം, നമ്മുടെ ജോണിന്റെ ക്യാബിനിലായിരിക്കും അവരുണ്ടാവും. പറയും ഈ ക്യാബിനിലാവുമ്പോൾ ഈ മർഡർ ചെയ്തയാൾക്ക് ഒരു വെപ്രാളം ഉണ്ടാവും, കാരണം ഇവിടെ ജോണിന്റെ പ്രസൻസ് ഉണ്ടായതാണല്ലോ, അതൊരു സൈക്കോളജിയാന്ന് പറയും. എന്നിട്ട് അങ്ങോട്ടേക്ക് ഓരോരുത്തരെ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗേൾ എംപ്ലോയിന്റെ കയ്യിൽ നിന്ന് ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സിന്റെ ഒരു കുപ്പി കിട്ടും. അപ്പോൾ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇതെന്തായിരിക്കും പറയും എനിക്ക് ഉറക്കം കുറവായും കൊണ്ട് ഞാനൊരു അടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇയാളേക്കും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇല്ല, ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഇങ്ങനത്തെ ടാബ്ലറ്റ് ഒന്നും കൊടുക്കില്ലല്ലോ എന്ന്. അപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞിട്ടിട്ട് വേറൊരാളെ വിളിച്ചിട്ട് ഇവളെ വീട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഒരു എംപ്ലോയിനെ വിളിക്കുമ്പോൾ അയാളോട് ചോദിക്കും രാജീവായിട്ട് സാറ് നല്ല സ്വഭാവത്തിലായിരുന്നു ചോദിക്കുമ്പോൾ അവർ തമ്മിൽ നല്ല ഇതായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോഴേക്കും പിന്നെ നല്ല ടേംസിലല്ലാത്ത ആരും ആയിട്ടാന്ന് ചോദിക്കും. പറയും ബിബീഷുമായിട്ട് കഴിഞ്ഞ ആഴ്ച സാറൊരു ഒച്ചപ്പാടുണ്ടായി, സാർ ഇതുവരെ അങ്ങനെ ഒച്ചപ്പാടാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഒച്ചപ്പാടാക്കി അവസാനം സാറിന് ശ്വാസം വരില്ലാണ്ടായിരുന്നു. അപ്പോൾ ബിബീഷ് പറയും അത് എനിക്ക് എന്തോ വർക്കിൻ്റെ കാര്യത്തിൽ മാത്രം ഒച്ചപ്പാടാക്കിയത്, അതിന് ഞാൻ ജോലി വരെ റിസൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. എന്ത് ഇവനുമായിട്ട് സാറിന് ഒച്ചപ്പാടൊന്നും ഉണ്ടായിട്ടില്ലേ, ഇവന് സാർ ഇവനോട് ദേഷ്യപ്പെട്ടതിന് സാറിന്റെ ലാപ്ടോപ്പിൽ ബൂമർ വരെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. പിന്നീട് വിളിക്കുമ്പോൾ ഒരു എംപ്ലോയിനെ കൈ മുറിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അവിടേക്ക് നിങ്ങളെ കൈ എങ്ങനെയാ മുറിഞ്ഞു വയ്ക്കുമ്പോൾ പറയാം എൻ്റെ ടേബിളിൽ ഒരു സ്ക്രാച്ച് ഉണ്ട്, അപ്പോൾ അതിൽ തട്ടിയിട്ട് മുറിഞ്ഞതാണ്. അപ്പോൾ നമ്മളെ റഹീമിനെ സന്ദീപ് പറഞ്ഞിട്ട് അറിയും അവിടെ അങ്ങനെ ഒരു പാടുണ്ടോ എന്ന് പോയി നോക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ ടേബിളിന്റെ തറ്റത്ത് ഇങ്ങനെ ഒരു കൂർമന പോലെ ഉണ്ടാവും, അപ്പോൾ അതിൽ തട്ടിയിട്ടായിരിക്കും ഇയാളെ കൈ മുറിഞ്ഞത്. അങ്ങനെ ഇത് നോക്കിയിട്ട് റഹീം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നേരത്തെ വന്ന എംപ്ലോയി അല്ലാത്ത ആളെന്ന് പറഞ്ഞില്ലേ, അയാൾ എന്തോ ബാഗിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് കാണാം. അപ്പോൾ പെട്ടെന്ന് റഹീം എന്താടാ അതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ ആ ബാഗ് എടുത്തിട്ട് ഓടും. അപ്പോൾ ഇവർ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും അയാളെ പുറകെ ഓടി അയാളെ പിടിക്കാൻ നോക്കും, പക്ഷേ ഒരു വിധത്തിലും കിട്ടില്ല. അപ്പോൾ നമ്മുടെ സന്ദീപ് അങ്ങോട്ടേക്ക് വന്നിട്ട് അയാളെ കയ്യിലൊരു ബോളോ എന്തോ ഉണ്ടാവും, അതുകൊണ്ട് അയാളെ കാലിലെറിയുമ്പോൾ അവിടെ വീകും. എന്നിട്ട് പെട്ടെന്ന് ബാഗിൽ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ കഞ്ചാവോ മയക്കുമരുന്ന് അങ്ങനെ എന്തോ ഇരിക്കും. എന്നിട്ട് അയാളെ കൊണ്ടുവന്നിട്ട് ഒരു ഡെസ്കിന്റെ ഇതിൽ ലോക്ക് ചെയ്തിട്ടിട്ട് പറയും നിന്റെ കാര്യം ഇനി പിന്നെ നോക്കാം, ആദ്യം ഞങ്ങൾ ഈ മർഡർ നോക്കട്ടെ പറഞ്ഞിട്ട് അയാൾ അവിടെ ലോക്ക് ചെയ്തിട്ട് ഇരുത്തും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ നിൽക്കുന്ന ടൈമിൽ ആരോ അങ്ങോട്ട് കയറി വരുന്ന സൗണ്ട് ആയിട്ട് എല്ലാവരും നോക്കുമ്പോൾ നമ്മുടെ ജോണിന്റെ പാർട്ട്ണർ ജിപ്സൺ അങ്ങോട്ട് കയറി വരും. അപ്പോൾ എല്ലാവരും ജിപ്സൺ സാറല്ലേ, സാറ് നാട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ജിപ്സൺ ഇങ്ങനെ ഒരു തളർന്ന രീതിയിലാണ് കയറി വരുന്നത്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് ജിപ്സനെ സന്ദീപ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. എന്നിട്ട് ചോദിക്കും നിങ്ങൾ നാട്ടിൽ എപ്പോഴാണ് വന്നപ്പോൾ വെനസ്ഡേ വന്നു, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായി, അതിനും പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്, വന്നിട്ട് ജോണിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായോ ചോദിക്കും. പറയും ഇല്ല ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, ലാസ്റ്റ് എപ്പോഴാണ് മീറ്റ് ചെയ്ത് വയ്ക്കും, 2 ആഴ്ച മുമ്പ് ദുബായിൽ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തേ, ഫോണിൽ കോൺടാക്ട് ഉണ്ടായി, പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാന്ന്. നിങ്ങളെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ പണ്ടേ സുഹൃത്തുക്കളായിരുന്നോ ചോദിക്കും. പറയും അല്ല, ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല, ഞങ്ങളെ ഫാദേഴ്സ് തുടങ്ങിയ ബിസിനസ് ഞങ്ങളിപ്പോൾ നടത്തി പോകുന്നേ ഉള്ളൂ. പിന്നീട് സന്ദീപ് ഇയാളെ ഫോൺ അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ഇയാൾ കൊടുക്കും. എന്നിട്ട് ചോദിക്കും ജോണിന് ഫാമിലി ആരും ഇല്ലായിരുന്നല്ലോ, മക്കളും ഭാര്യയൊന്നും ഇല്ലല്ലോ, അപ്പോൾ മരണശേഷം ഇത് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് പ്ലാനൊക്കെ മുന്നോട്ട് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇയാൾ പറയും അവന്റെ മരണശേഷം അവന്റെ സ്വത്തുക്കളൊക്കെ അനിയൻ ഇവാന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഇയാൾ ചോദിക്കും ഇവാനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പറയും ഞാനും അവനും ഒരുമിച്ച് US അവന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, അല്ലാണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ബന്ധമൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഇയാൾ പിന്നെ ചോദിക്കും നമ്മുടെ ജോണിന് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോന്ന്. ബിസിനസ് ഫീൽഡിലെ സാറേ, നമുക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ശത്രുക്കളായിട്ടല്ലേ കാണുള്ളൂ. അങ്ങനെ ലാസ്റ്റ് സന്ദീപ് പറയും എന്തായാലും ഒരു 2 വീക്സ് നാട്ടിൽ തന്നെ ഉണ്ടാവണം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കുക പറഞ്ഞിട്ട്
നമ്മുടെ ജിപ്സിന്റെ ഫോണും കൊടുത്തിട്ട് അയാളോട് അവിടുന്ന് പോയിക്കോളാൻ പറയും. നെക്സ്റ്റ് സീനിൽ സന്ദീപ് ഏതോ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നത് ഉണ്ടാവും. അപ്പൊ അതിനിടയിൽ ഒരാളെ കാറിൽ ഇങ്ങനെ ഒരു ലോലിപോപ്പിന്റെ ഷേപ്പിൽ ഇങ്ങനെ ആരോ വരച്ചതായിട്ട് കാണും. അപ്പൊ തന്നെ ഇയാൾക്ക് ഒരു പഴയ കാര്യം ഓർമ്മ വരും. ഇയാള് പണ്ട് ഒരു ഡോക്ടർ കുര്യാക്കോസ് ചെമ്മനുണ്ട്, അയാളെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കുട്ടി ഇയാളെ വണ്ടിയിലും അങ്ങനെ ഒരു ലോലിപോപ്പ് വരച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞ പാട് ഇയാളെ ഫോണിലേക്ക് കോൾ വരും. നേരത്തെ മറ്റേ നമ്മുടെ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഇല്ലേ, അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ ആളായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറയും, സാറേ ഇതിനെ പറ്റിയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു ഡോക്ടർ കുര്യാക്കോസ് ചെമ്മന്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവര് ടാബ്ലറ്റ് വാങ്ങിയിട്ടുള്ളത് എന്ന്. അങ്ങനെ നേരെ ഇയാൾ പിന്നെ ഓഫീസിലേക്ക് കയറി വന്നിട്ട് ആ വണ്ടി ആരതാന്ന് ചോദിക്കുമ്പോൾ അത് അരുൺ എന്ന് പറഞ്ഞൊരു എംപ്ലോയിൻ്റെ ആയിരിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, അതിലൊരു ചിത്രപ്പണി കാണുന്നുണ്ടല്ലോ, അത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ പറയും അതെൻ്റെ മോൾ ഒപ്പിച്ചതാ സാറേന്ന്. എന്നിട്ട് ഇയാൾ നേരെ ഒരു വനിതാ കോൺസ്റ്റബിളുണ്ട് നിമ്മിനോട് അയാളെ ഫോണ് കളക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് നിമ്മി പോയിട്ട് ഇയാളെ ഫോണും എടുത്തിട്ട് ക്യാബിനിലേക്ക് വന്നിട്ട് സന്ദീപിന് കൊടുക്കും. പെട്ടെന്ന് സന്ദീപ് വണ്ടി എടുത്തിട്ട് എങ്ങോട്ടേക്കോ പോകുന്നതാ പിന്നെ കാണുന്നത്. ഇയാൾ നേരെ പോകുന്നത് ഡോക്ടർ കുര്യാക്കോസ് ചെമ്മന്റെ വീട്ടിലേക്കായിരിക്കും. അവിടുന്ന് ഇയാൾ ഡോക്ടറെ കണ്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും, എന്താ നീ ഇപ്പോൾ അർജൻറ്റായിട്ട് വന്നത്? അപ്പോൾ ഞാനൊരു കേസിൻ്റെ കാര്യമായിട്ട് വന്നതാ. ഡോക്ടറിന് ഈ വിടെക് ഓഫീസിലെ ഏതെങ്കിലും എംപ്ലോയീസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ അയാൾ ഒരു ബുക്കൊക്കെ ഷെൽഫിൽ അടുക്കി വയ്ക്കും. പെട്ടെന്ന് അയാൾ അതിന് ബുക്കൊക്കെ സ്ലിപ്പായിട്ട് വീകും. അപ്പോൾ അയാളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാളും ഞാൻ ചോദിച്ചതിനെ പറ്റി ഡോക്ടറൊന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ ഇല്ല എനിക്കറിയില്ല, വിടെക് എംപ്ലോയീസോ എനിക്കറിയില്ലല്ലോ പറയും. അപ്പോൾ ഡോക്ടറേക്ക് എന്താ നീ ചോദിക്കാൻ കാരണം ചോദിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന നീന എന്നൊരു പെൺകുട്ടി ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ആണോ, കുറേ പേഷ്യൻസ് വരുന്നില്ലേ, അപ്പോൾ എനിക്ക് ഇന്ന ആളെ ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സന്ദീപ് പറയും ആണോ, പക്ഷേ ഒരു 15 എംപ്ലോയീസ് മാത്രമുള്ള ഒരു ഓഫീസിൽ 13 പേരും ഡോക്ടറിനെ തിരിച്ചും മറിച്ചും വന്നിട്ട് ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഡോക്ടർ വെറും പനിക്കും ചുമക്കും മാത്രം മരുന്ന് കൊടുക്കുന്ന ഒരാളും അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഡോക്ടറിനെ സംശയിക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന്. അപ്പോഴേക്ക് സന്ദീപ് എന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇതിന് മുമ്പ് നടന്നൊരു സീൻ കാണിക്കുന്നത്, ഇയാള് അരുണിന്റെ ഫോൺ വാങ്ങിയിട്ട് ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഫോൺ മാറിപ്പോൾ ഇത് തട്ടിട്ട കുട്ടീൻ്റെ ഫോണാ പറഞ്ഞിട്ട് നിമ്മി കൊണ്ടു കൊടുക്കും. അപ്പോൾ ഇയാൾ പറയും എന്നാൽ ബാക്കിയുള്ള ഫോണുകളും കൂടെ എടുത്തിട്ട് വന്നു. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഫോണിലെ ഗൂഗിൾ മാപ്പിലും അവർ പോയ സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഡോക്ടറിന്റെ ക്ലിനിക്ക് അവരെല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത്രയൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ സംശയിക്കാനൊന്നുമില്ല, ഇനിയിപ്പോൾ എനിക്ക് കൺഫേം ആക്കാം ഇതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന്. അപ്പോൾ ഇയാൾ വയ്ക്കും എന്താ സന്ദീപ് ഇത്ര സംശയിക്കാൻ, എന്നെ കാണാൻ ഇഷ്ടം പോലെ പേഷ്യൻസ് വരുന്നുണ്ട്, ഇപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ചോദിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പെട്ടെന്ന് സന്ദീപ് പറയും ഈ വിടെക്കിലെ MD ജോൺ മരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ചോദിക്കും ഐസക് ജോണോ എന്ന്. അപ്പോൾ സന്ദീപ് പറയും അവിടുത്തെ എംപ്ലോയീസിന് അറിയില്ല, അവിടുത്തെ MDനെ അറിയില്ല, പക്ഷേ ഇപ്പം ഞാൻ ജോണിന്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പിക്കാം, എന്തായാലും സാറ് എന്നോട് ഇത്രക്കും നേരം കോപ്പറേറ്റ് ചെയ്തതും കൊണ്ട് കുഴപ്പമില്ല, എന്തായാലും ഇവിടം വരെ എനിക്ക് എത്താൻ പറ്റിയില്ല, ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ വിളിച്ചിട്ട് പറയും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് നമ്മുടെ ഡോക്ടർ പറയും എനിക്ക് വിടെക് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ അറിയാം, അവിടുത്തെ MDനെയും അറിയാം. എന്താണെന്ന് വെച്ചാൽ മീര എന്ന് പറഞ്ഞ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് നമ്മുടെ ഡോക്ടർ റേച്ചലിനായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവൾക്ക് ഭയങ്കര പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇവൾക്ക് കുറേ കാലം കാത്തു നിന്ന് കിട്ടിയ പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കുട്ടി 24 മണിക്കൂർ മുമ്പ് തന്നെ ഇവരെ വയറ്റിൽ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേച്ചലും നമ്മുടെ ഡോക്ടർ കുര്യാക്കോസും സംസാരിക്കുന്നതാണ് പിന്നെ കാണുന്നത്. അപ്പോൾ റേച്ചലും അറിയും ആ കുട്ടിയുടെ മരണം എന്താ നമുക്ക് കുറച്ച് സംശയിക്കാനുണ്ട്, കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ പറയും ഇപ്പോഴത്തെ തലമുറയല്ലേ എല്ലാവരും ഡ്രഗ്സ് അഡിക്റ്റ് അല്ലേ, അപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകും, അതായിരിക്കും കാരണം എന്ന്. ഇയാൾ പറയും ഒരിക്കലും ഇല്ല, അവൾ കാത്തിരുന്ന് കിട്ടിയ പ്രഗ്നൻസി അല്ലേ, അപ്പോൾ ഒരിക്കലും അവൾ അങ്ങനത്തെ ഒരു ഇതിലൊന്നും യൂസ് ചെയ്യാൻ പോവില്ല എന്ന്. എന്നിട്ട് നമ്മുടെ റേച്ചല് മീരേനെ നമ്മുടെ കുര്യാക്കോസിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ മീരേനെ പരിശോധിക്കുന്നതിനിടയിൽ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ അവളെ ബ്ലഡ് സാമ്പിൾസ് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവളുടെ ബ്ലഡിൽ ഒരു ഫോറിൻ കണ്ടന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇയാളേക്കും ഫോറിൻ കണ്ടന്റോ അതെന്താന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ മീരയ്ക്ക് ഓളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതെന്താ സംഭവം എന്നുള്ള റിസർച്ച് ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് 2 പുരുഷന്മാരെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അവർക്ക് ശക്തമായ തലവേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അവരും ഈ വിടെക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെയും ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ അവരുടെ ബ്ലഡ് സാമ്പിൾസും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിലും ഈ ഫോറിൻ കണ്ടന്റ് എനിക്ക് കാണാൻ പറ്റി.
അവരോട് ഞാൻ ഈ മീരേൻ്റെ കാര്യം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു അവരുടെ ബ്ലഡിൽ ഈ ഒരു ഇതുണ്ട്, അത് ഡ്രഗ്സ് യൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, അത് യൂസ് ചെയ്യുന്നതും കൊണ്ടാണ് ബ്ലഡിൽ ഈ ഒരു ഫോറിൻ കണ്ടന്റ് വരാനുള്ള ചാൻസ് ഉള്ളത്. നിങ്ങളെ ബ്ലഡിലും ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവളൊരു മീര ഒരിക്കലും അങ്ങനത്തെ ഇതൊന്നും യൂസ് ചെയ്യില്ല, അവൾ ബിയർ പോലും അടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാളും എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഫീസ് മാത്രമാണ്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഓർത്തൊക്കെ പറയും. അപ്പോൾ ഇവരിങ്ങനെ ഓർക്കുമ്പോൾ ഒരാളെ കണ്ണിന് എന്തോ കുഴപ്പം, പിന്നെ ഒരാളെ മുടി കൊഴിയുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾ പറയും നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക, അവരെയും കൂട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് എന്താ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. എന്ത് തന്നെ ഇതായാലും നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് എന്ന്. അങ്ങനെ ഇവർ പിറ്റേ ദിവസം അവിടെയുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ഈ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഡോക്ടറിനോട് ഇയാൾ ചോദിക്കും, എന്നിട്ട് അവരെല്ലാവരും വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഖങ്ങളാണ് അത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവർ ഡോക്ടറെ കാണാൻ വന്നിട്ട് എല്ലാവരും അവരവരുടെ വിഷമങ്ങൾ ഇങ്ങനെ പറയും. തലവേദന, ചെവിവേദന, കൈക്ക് എന്തോ പോലെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയാൾ പറയും നിങ്ങളുടെ ഓഫീസ് AC ആണോ? പറയും അതെ AC ആണ്. പറയും ഇനിയിപ്പോൾ ACൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ, നമുക്ക് MD സാറിനോട് പറഞ്ഞാലോ ചോദിക്കുമ്പോഴേക്കും ആരാ നിങ്ങളെ MD? അപ്പോൾ ജോൺ എന്ന് പറയും. ഫുൾ നെയിം പറയുമ്പോൾ ഐസക് ജോൺ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്കിലല്ലേ വർക്ക് ചെയ്യുന്നത്, ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഡോക്ടർ പറയും എന്തായാലും നമുക്ക് ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങളെല്ലാവരെയും ബ്ലഡ് സാമ്പിൾസ് ഫസ്റ്റ് എനിക്ക് തരണം, അത് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ബാക്കി നോക്കാമെന്ന്. അങ്ങനെ ഇവരെല്ലാവരും ബ്ലഡ് സാമ്പിൾസും ഈ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെയൊക്കെ ബ്ലഡിൽ മീരയുടെ ബ്ലഡിൽ ഉണ്ടായ പോലെ തന്നെ ഒരു മ്യൂട്ടേജൻസ് ഉണ്ടാവും. അപ്പോൾ ഇയാൾക്ക് മ്യൂട്ടേജൻസ് മീൻസ് എന്താ, അത് DNA-യിൽ വ്യതിയാനം വരുത്താൻ കഴിയുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് ആണ്. അത് വേറെ എവിടുന്നല്ല ഇവരെ വർക്ക് പ്ലേസിൽ നിന്ന് തന്നെയാണ് ഇവരെ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഡോക്ടർ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇവരെ ഓഫീസിൽ ഡെയിലി റൂട്ടീൻ എന്താ ചോദിക്കും. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന സ്നാക്സും കോഫി, വാട്ടർ എല്ലാത്തിൻ്റെയും ഓരോ സാമ്പിൾസ് ഇവരെ കൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടിരിപ്പിക്കും. പെട്ടെന്ന് നമ്മുടെ ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്ന സെബാസ്റ്റ്യനെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഈ കാര്യം നിങ്ങൾ MD-നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല സാറ് മൺഡേ വരും, മൺഡേ പറയാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ പറയും ഒരിക്കലും പറയണ്ട, ഞാൻ പറയുന്നത് ഇത് ആരോടും പറയരുത്. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഞാൻ പറയാ പിന്നേന്ന്. എന്നിട്ട് ഇയാൾ പറയും ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. എന്നിട്ട് എന്തോ ഒരു സീക്രട്ട് ഡോക്ടർ നമ്മളെ സെബാസ്റ്റ്യനോട് പറയും. നമ്മുടെ ഐസക് ജോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് വി ഫാർമ എന്ന് പറഞ്ഞൊരു ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഫൗണ്ടർ ആയിരുന്നു. അവർക്ക് പ്രത്യേകത വെച്ചാൽ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ കുറച്ച് മുന്തിയ ഇതായിരുന്നു ഈ വി ഫാർമ. കാരണം അവർക്ക് തന്നെ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ സാമ്പിൾസ് ഇതാക്കാനൊക്കെയുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ലൈസൻസ് ഡോക്ടർ ഇവാൻ ജോൺ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഡോക്ടറിന് എന്തോ ഡൗട്ട് അടിച്ചു. അപ്പോൾ ഡോക്ടർ നേരത്തെ നമ്മുടെ സെബാസ്റ്റ്യനോട് ഒരു സീക്രട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് നമ്മുടെ ജോണിൻ്റെ ഒരു ഫയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വരാനായിരുന്നു. അപ്പോൾ ഇവർ ആ ഫയൽസ് ഇയാൾക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ ആ ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇയാൾ ചോദിക്കും ഇതിൽ എന്തെങ്കിലും മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ഇവർ പറയും ഞങ്ങൾ ഇതായിട്ട് സെർച്ച് ചെയ്തിട്ടില്ല, അതിലെന്തോ ഒരു ഹിഡൻ ഫയൽ ഉണ്ടായി, അത് പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ സെബാസ്റ്റ്യൻ പറയും അതിൽ നമ്മൾ ഡെയിലി പഞ്ച് ചെയ്യുന്ന മെഷീൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു, അതെന്താ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇയാൾ പറയും പഞ്ചിങ് മെഷീൻ്റെ ബ്ലൂ പ്രിന്റോ പറഞ്ഞിട്ട് ഇത് അയാളെ വേറൊരാൾക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ആ ബ്ലൂ പ്രിന്റ് നോക്കാൻ കൊടുത്ത ആൾ വിളിച്ചിട്ട് പറയും സാർ ഞാനത് നോക്കി, അത് ആക്ച്വലി ഒരു പഞ്ചിങ് മെഷീൻ അല്ല, അത്രേ പറയുന്നുള്ളൂ, ബാക്കി സീക്രട്ട് ആയിട്ടാണ് വെക്കുന്നത്. പിന്നീട് നമ്മുടെ ഡോക്ടർ ഈ പോലീസുകാരനോട് പറയും ഞാൻ ആ പെൻഡ്രൈവിൽ കണ്ടത് ഒരു HMV എന്ന് പറഞ്ഞ വൈറസും അതിൻ്റെ ഡീറ്റെയിൽസും ആയിരുന്നു. അപ്പോൾ നമ്മുടെ പോലീസ് ചോദിക്കും HMV മീൻസ്, അപ്പോൾ ഇയാൾ പറയും ഹ്യൂമൻ മ്യൂട്ടേജിയൻ വൈറസ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റെഡ് വൈറസ്. അപ്പോൾ ഇയാളേക്കും അതാണ് അവരുടെ ശരീരത്തിലുള്ളത്, അല്ല ഇതിൻ്റെ ആൻറ്റിഡോട്ടാണ് ഇവർക്ക് ചായയിലും വെള്ളത്തിലൂടെയും ഇവർ കൊടുത്തിരുന്നത്. കൂടാതെ ഈ ആൻറ്റിഡോട്ട് മൂലം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ ഡെയിലി മോണിറ്റർ ചെയ്യായിരുന്നു ഈ പഞ്ചിങ് മെഷീന്റെ സഹായത്തിലൂടെ. പിന്നീട് കാണിക്കുന്നത് ജോണും പിന്നെ കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അതിൽ നമ്മളെ ജോൺ പറയുന്നുണ്ട് ഇതൊരു മത്സരമാണ്, ഫാർമ സെക്ടറിലെ നെക്സ്റ്റ് മൊണോപ്പൊളിയെ തീരുമാനിക്കുന്ന ഒരു മത്സരം. ബേബി ഫുഡ് രംഗത്ത് മുമ്പ് ഇതുപോലെ ഒരു മത്സരം നടന്നിരുന്നു, അതിൽ മൈക്ക് ഫാർമസിയാണ് ജയിച്ചത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ചാറ്റിന്റെ പേരിൽ ഏറ്റെടുത്തിട്ട് അവർക്ക് ടെസ്റ്റ് സാമ്പിളായിട്ട് ഈ ബേബി ഫുഡ് സപ്ലൈ ചെയ്തു. പിന്നെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പും കൊടുത്തു. 6 മാസം കൊണ്ട് അവരെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. ഇവരെ പ്ലാന് ഭയങ്കരമായിരുന്നു കേട്ടോ. അവര് ഓരോ തവണ നമ്മുടെ ഇവിടുത്തെ എംപ്ലോയീസും പഞ്ച് ചെയ്യുമ്പോഴും ആ ഡിവൈസിലെ നാനോ നീഡിൽസ് വഴി അവരുടെ DNA സാമ്പിൾ എക്സ്ട്രാക്ട് ചെയ്ത് അതാത് പേരിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു.
സാധാരണ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ എന്ന് സന്ദീപ് വയ്ക്കുമ്പോൾ ഡോക്ടർ പറയും അവർ വാക്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരുതരം ആൻറ്റിഡോട്ട് മെഡിസിൻ ആയിട്ടാണ് ഇവർക്ക് ഇത് കൊടുത്തിരുന്നത്. ഡെയിലി ലൈഫിൽ നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ. അതുമാത്രമല്ല 22 മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു ജെൻസ് ആൻഡ് ലേഡീസ് ഗ്രൂപ്പായിരുന്നു ഇവരിതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു പ്രഗ്നന്റ് വുമൺ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ബേബി മരിച്ചില്ലേ അവള്. പിന്നെ നോർമൽ ലൈഫ് നയിക്കുന്ന പെർഫെക്റ്റ് സാമ്പിളിംഗ് ഗ്രൂപ്പായിരുന്നു ഇത്. മാത്രമല്ല പഞ്ചിങ് മെഷീനിൽ വെച്ച് ഇവർക്ക് അവരെ ഡെയിലി മോണിറ്റർ ചെയ്യാനും പറ്റും. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലും അറിയാതെ അവർ വരാനിരിക്കുന്ന വൈറസിന്റെ ഒരു ആന്റിഡോട്ട് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മുടെ ഡോക്ടറെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള ചികിത്സയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായി. അവിടുത്തെ പഞ്ചിങ് മെഷീൻ മാറ്റിവെച്ചു. പിന്നെ ചായപ്പൊടിയും വെള്ളം കൊണ്ടിരുന്ന ക്യാനൊക്കെ പുറത്തു നിന്നാക്കി. അങ്ങനെ ഡോക്ടറിന് പറ്റുന്ന പോലെ അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാലും അവരെ ഉള്ളിലുള്ള പക അത് പോയിട്ടുണ്ടായില്ല. ദേ ആർ ലൈക്ക് ആനിമൽസ്. അതിൽ ഏറ്റവും വലിയ ഇരയായി നമ്മുടെ മീര. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു മീരയ്ക്കൊരു കുട്ടി ഉണ്ടായത്. അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്ന ജോണിനെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ ഒരിക്കലും മീര തയ്യാറായിരുന്നില്ല. ഇത് മെഡിസിന്റെ ആദ്യ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ രോഗങ്ങൾ മരണം വരെ അവരെ വേട്ടയാടുന്നുള്ളതും അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരെല്ലാവരും ശാരീരികമായും മാനസികമായിട്ടും ഫുള്ളായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ടായി. അങ്ങനെ ഡോക്ടർ എത്ര പറഞ്ഞിട്ടും ഇവരെ ഒരിക്കലും അയാളെ ലീഗലി നേരിടാൻ വേണ്ടി തയ്യാറല്ല. ഇവരെ കൈകൊണ്ട് തന്നെ അയാൾ മരിക്കണം എന്നുള്ളൊരു വാശിയിലായിരുന്നു ഇവര്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അവരെല്ലാവരും ഒന്നും കൂടെ ഉണർന്നു. നമ്മുടെ ജോണിന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഫാർമസി രംഗത്ത് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു വാക്സിൻ ആയിരുന്നു ഇവരത്. പിന്നീട് വേൾഡ് പോപ്പുലേഷന്റെ കൺട്രോളിങ് ത്രെഡ് വരെ ഇവരുടെ കയ്യിലായിരിക്കും ഇയാൾക്ക് അറിയായിരുന്നു. ഈ വാക്സിൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ജീവവായു തന്നെ പിന്നെ നമ്മുടെ വി ഫാർമ ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട സന്ദീപും ഡോക്ടറും തമ്മിലുള്ള ചർച്ചയെ പിന്നെ കാണിക്കും. അപ്പോൾ സന്ദീപിനോട് ഡോക്ടർ വയ്ക്കും, യഥാർത്ഥ കുറ്റവാളി അയാളല്ലേ, അയാളെ പുറകിലുള്ള ഗ്യാങ് അല്ലേ, ഇവരോട് ചെയ്ത തെറ്റിനൊരു പകരം വീട്ടുക എന്നത് മാത്രമല്ലേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അയാളെ വെറുതെ വിട്ടൂടെ, ഈ കേസ് നിങ്ങൾക്ക് മാറ്റി എഴുതിക്കൂടെ, എന്തായാലും ഇനി നിങ്ങളെ കയ്യിലാണ് എല്ലാം, നീ തീരുമാനിക്കുന്നത് പോലെയാണ് ലാസ്റ്റ് ഡിസിഷൻ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഡോക്ടർ വി ഫാർമയെ പറ്റിയിട്ട് കണ്ടെത്തിയ രേഖകൾ ഇയാൾക്ക് കൈമാറും. എന്നിട്ട് പറയും, എനിക്ക് ഒരാൾ വഴി കുറച്ച് കാര്യങ്ങളൂടെ കിട്ടാനുണ്ട്, അത് ഞാൻ നിനക്ക് മെയിൽ ചെയ്തേക്കാന്ന്. അപ്പോൾ നമ്മുടെ സന്ദീപ് ചോദിക്കും, ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജിപ്സൺ ജോർജ് എന്ന് പറഞ്ഞൊരു പേര് ഡോക്ടർ കണ്ടിട്ടുണ്ടായോന്നു. അപ്പോൾ ഡോക്ടർ ഓർക്കും പറയും, ഇല്ല, അങ്ങനെ ഒരു പേര് ഞാൻ ഇതിൽ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ സന്ദീപ് അവസാനമായിട്ട് ഡോക്ടറോട് ഒരു ഹെൽപ്പ് കൂടെ ചോദിക്കും, വി ഫാർമയുടെ ലാബുകൾ എവിടേക്കാന്ന് എനിക്ക് അറിയണമെന്ന്. അവിടുന്ന് നേരെ നമ്മുടെ സന്ദീപ് മേർഡർ നടന്ന ഓഫീസിലേക്കാണ് പോകുന്നത്, വിടെക് ഓഫീസിലേക്ക്. അവിടുന്ന് നമ്മുടെ പോലീസുകാരനില്ലേ റഹീം വന്നിട്ട് ചോദിക്കും, സാർ ഇവരെന്താ ചെയ്യേണ്ടത്, കുറേ സമയമായില്ലേ ഇവരെ പിടിച്ചു വെക്കാന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, അവരെയൊക്കെ വെറുതെ വിട്ടേക്ക്, അവരോടൊക്കെ വീട്ടിൽ പോകാൻ പറഞ്ഞേക്ക് എന്ന് പറയും. അങ്ങനെ നമ്മുടെ സന്ദീപ് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കാരണം ഇവർ നിരപരാധികളാണല്ലോ, അയാളാണല്ലോ എല്ലാ തെറ്റും ചെയ്തത്. പക്ഷെ ഇവരിൽ ആരായിരിക്കും ഈ മർഡർ ചെയ്തത് എന്നുള്ളത് സന്ദീപിന് ഇതുവരെ പിടികിട്ടുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ ഈ ബോഡി ഇൻസ്പെക്ട് ചെയ്ത ആരോ വിളിച്ചിട്ട് സന്ദീപിനോട് പറയും, ഇതൊരിക്കലും ഇത് മർഡർ ആവാൻ ചാൻസ് ഇല്ല, ഒരു ആക്സിഡന്റൽ ഡെത്ത് തന്നെയാണ്. എന്നിട്ട് അതിന്റെ തെളിവുകളൊക്കെ നമ്മുടെ സന്ദീപിനോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ റിപ്പോർട്ട് പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് സന്ദീപ് ഇവരോട് പറയും. അങ്ങനെ സന്ദീപ് ഇരുന്ന് ആലോചിച്ച് ഈ മർഡർ എങ്ങനെയാ നടന്നത്, ആരാ നടത്തിയത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ ഓഫീസിലെ 2 എംപ്ലോയീസിനെയാണ്. സെബാസ്റ്റ്യനും ആൽബർട്ടും കൂടി ഇരുന്നിട്ട് നമുക്ക് അയാളെ കൊല്ലാൻ വല്ല കൊട്ടേഷൻ കൊടുത്താലോ പറയുമ്പോൾ സെബാസ്റ്റ്യൻ പറയും, അതൊക്കെ റിസ്ക്, അയാൾക്ക് പുറത്തൊക്കെ കുറേ ആൾക്കാരുണ്ട്, നമ്മൾ അയാളെ അങ്ങനെയല്ല കൊല്ലേണ്ടത്, അറിയാതെ കൊല്ലണം. അപ്പോൾ ഇവൻ പറയും, എന്നാൽ നമുക്ക് കോഫിയിൽ വല്ല വിഷവും ചേർത്ത് കൊടുത്താലോ. അപ്പോൾ അതും റിസ്ക്കാ, അയാളെ അത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്യണമെങ്കിലും ഓഫീസിൽ CCTVയിലേന്ന് ആൽബർട്ട് പറയുമ്പോൾ സെബാസ്റ്റ്യൻ പറയും, അതിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. പിന്നീട് പിറ്റേത്തെ ദിവസമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ആൽബർട്ട് ജോണിൻ്റെ റൂമിൽ അയാൾ വിളിപ്പിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് അയാൾ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത് കാണും. എന്നിട്ട് ആൽബർട്ട് അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് വെക്കും. നോക്കുമ്പോൾ ഇയാൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, അത് ഭയങ്കര കൂടുതലായിരുന്നു, ശ്വാസം മുട്ടൽ. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് ആയിരിക്കും. അതില്ലാണ്ട് ഇയാൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അയാൾക്ക് അത്രക്കും അധികമായിട്ടുണ്ടായി ഈ ബ്രീത്തിങ് പ്രോബ്ലം. അങ്ങനെ പിന്നീട് ആൽബർട്ടും സെബാസ്റ്റ്യനും കൂടി ഇരുന്നിട്ട് അവിടെ എവിടേക്കാണ് CCTV ഉള്ളത്,
എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ഇവർക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നേരെ ഇവരിത് കൂടെ വർക്ക് ചെയ്യുന്ന മറ്റേ വർക്കേഴ്സിനെയും വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടും. എന്നിട്ട് അവരോട് ഇതൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് പേടിയാ പറയും. എന്നാൽ കുറെ ആള് പകരം വീട്ടണം എന്നുള്ളൊരു വാശിക്ക് തന്നെ ഇവരെ കൂടെ നിന്ന് കൊടുക്കും. അങ്ങനെ ഇവരെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. സെർവർ റൂമിലെ നോസിൽ വഴി കാർബൺ ഡൈ ഓക്സൈഡ് റൂമിലേക്ക് പമ്പ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ആ റൂമിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കും. അപ്പോൾ തീ കെട്ടുപോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അളവിൽ കൂടുതൽ ശ്വസിച്ചു കഴിഞ്ഞാൽ ആൾ എന്തായാലും തട്ടിപ്പോകും. മാത്രമല്ല അയാൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ അത് എളുപ്പമാകും. പിന്നെ ഇതിന്റെ റിയൽ ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾ മരിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയേ നിൽക്കൂ. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയോ എന്നത് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ കുറെ ആൾ പേടിയാന്ന് പറയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയും പിന്നെ നമ്മുടെ ക്ലീനർ ചേച്ചിയില്ലേ, അവർ രണ്ടാളും പറയും എന്ത് ചെയ്തിട്ടാണെങ്കിലും സാരല്ല മോനെ, എൻ്റെ കൈ കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അയാൾ വിഷം തന്നത്, എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അയാളെ കൊല്ലണമെന്ന്. അങ്ങനെ ഇവർ പിറ്റേ ദിവസം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെക്യൂരിറ്റിക്കായിരിക്കും പണി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനിലെ പഴയ പൈപ്പ് മാറ്റിയിട്ട് പുതിയ പൈപ്പ് വാങ്ങണം. പഴയത് കാറ് കയറി പൊട്ടിപ്പോയി എങ്ങനെ നുണ പറഞ്ഞിട്ട് പുതിയത് വാങ്ങിയിട്ടിട്ട് പഴയത് എന്ത് ചെയ്യണം, അവിടെ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ മേലെ കൊണ്ടുപോയി വെക്കണം. ആൽബർട്ടും സെബാസ്റ്റ്യനും കൂടെ വരുമ്പോൾ രാവിലെ കാറ് CO2 സ്റ്റോറേജിന്റെ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം. പിന്നീട് വേറൊരു എംപ്ലോയി വന്നിട്ട് ഒരു ബലൂൺ എടുത്തിട്ട് ഇവർ നേരത്തെ പറഞ്ഞ റൂമില്ലേ അവിടെ കൊണ്ടുപോയി വെച്ച് ഈ താഴെയുള്ള പൈപ്പ് അതിന്റെ മേലത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് താഴെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറ്റിയിലേക്കും കൂടെ കണക്ഷൻ കൊടുത്തിട്ട് ആ പൈപ്പ് ഇട്ടിട്ട് അയാൾ പോകും. പിന്നെ രാജീവിന്റെ ശ്രദ്ധ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മീരേനെ ആയിരിക്കും ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ മീര എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാജീവിനെ അവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ ഈ മർഡർ ഇവരെ ഇത് കഴിയുന്നത് വരെ രാജീവിനെ ഒരിക്കലും അവിടുന്ന് പുറത്തിറക്കരുത് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ നെക്സ്റ്റ് പണി നമ്മുടെ സിന്ധു ചേച്ചിക്കാണ്. സിന്ധു ചേച്ചി കോഫി എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൽ കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് ആ കോഫി വരുന്ന നോസിലില്ലേ അവിടെ ഒരു പേപ്പർ വെച്ചിട്ട് തിരികണം. അപ്പോൾ അയാൾ കോഫി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് മേത്തേക്ക് തെറിക്കും. അപ്പോൾ അയാൾ എന്തായാലും ടോയ്ലറ്റിലേക്ക് വാഷ് ചെയ്യാൻ വരുമല്ലോ. സിന്ധു ചേച്ചിക്കായിരുന്നു ഇയാളെ വാഷ്റൂമിലേക്ക് എത്തിക്കാനുള്ള ടാസ്ക്. പിന്നീടുള്ള ടാസ്ക് ഡോറ് ലോക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഓഫീസിൽ ആദ്യം എത്തുന്നത് നീനയായിരിക്കും. അപ്പോൾ നീനേൻ്റെ ടാസ്ക് ആയിരുന്നു അത്. അപ്പോൾ CCTV ഉണ്ട് കേട്ടോ അതിൻ്റെ മുമ്പ് തന്നെ. അപ്പോൾ CCTV കാണാതെ അവൾ പോയിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ഡോറിൻ്റെ സൈഡിൽ വെക്കും. അപ്പോൾ ഡോറ് താനെ ക്ലോസ് ആയിട്ട് ലോക്ക് ആയിക്കോളും. അപ്പോൾ വേറൊരാളോട് ചോദിക്കും പ്രസ് ലോക്ക് ആണെങ്കിലും അകത്തുനിന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ലോക്ക് ഓപ്പൺ ആവില്ലേന്ന്. അപ്പോൾ ഇയാൾ പറയും ഇല്ല, അതിന് വേറൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു ബാത്റൂമിന്റെ കീ ഇല്ലേ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊരു സ്ലൈഡിന്റെ രൂപത്തിലായിരിക്കും. അത് ഈ ഡോറിന്റെ ലോക്കിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡോർ ഒരിക്കലും തുറക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ കയറി കഴിഞ്ഞപാട് ഒരാൾ ഈ സ്ലൈഡ് പോലത്തെ സാധനം എടുത്തിട്ട് ആ ഡോറിൻ്റെ ഉള്ളിലേക്ക് ഇടണം. ഇനിയാണ് മെയിൻ ടാസ്ക്. നമ്മുടെ ഓഫീസിലെ സൈഡിലാണ് നമ്മുടെ CO2 സിലിണ്ടർ ഇരിക്കുന്നത്. അതെങ്ങനെ ഉള്ളിലേക്ക് ഇത് ചെയ്യാന്നുള്ളതായിരിക്കും നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യനും ആൽബർട്ടും ഡോണയും കൂടെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായല്ലോ താഴെ. എന്നിട്ട് അവർ പോയി ഇരിക്കുമ്പോൾ സെബാസ്റ്റ്യൻ CCTVയിൽ കാണാത്ത വിധമായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അയാൾ ഒരു ഭാഗം മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇവർ രണ്ടാളും സംസാരിക്കുന്നത് സെബാസ്റ്റ്യനോട് ഉള്ളതുപോലെ ആക്ട് ചെയ്യും. എന്നിട്ട് സെബാസ്റ്റ്യൻ അവിടുന്ന് പോയിട്ട് ആ പൈപ്പ് കണക്ഷനൊക്കെ നേരെയാക്കി കൊടുക്കും. ഇയാൾ CO2 പൈപ്പിന്റെ കണക്ഷൻ മാറ്റിയിട്ട് അവിടെ നേരത്തെ ഗാർഡനിലെ പൈപ്പില്ലേ അത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഈ പൈപ്പ് കണക്ഷൻ ഒന്നും പുറത്തുനിന്ന് ആരും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നമുക്ക് തീ കത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂട്ടണം. അപ്പോൾ ഡോണയായിരിക്കും ആ ചുമതല ഏറ്റിട്ടുണ്ടാവുക. ഡോണ കുറേ സ്നാക്സ് ഒക്കെ തിന്നിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ കൂട്ടിയിടും. അപ്പോൾ അതുകൊണ്ടൊന്ന് കത്തിക്കും. അപ്പോൾ അതിന് പുക കാരണം ഇവർ ഈ പൈപ്പ് കണക്ഷൻ കൊടുത്തതോ ഒന്നും പുറത്തുള്ള ആൾക്കാർക്ക് നോക്കുമ്പോൾ കാണില്ല, വെറും പുക മാത്രമായിരിക്കും കാണുള്ളൂ. അങ്ങനെ നമ്മുടെ സിന്ധു ചേച്ചീൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ക്യാബിനിലേക്ക് പോയി കോഫി പൗഡറൊക്കെ ഇട്ട് ആ ടിഷ്യൂ വെക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അത് കയ്യിൽ നിന്ന് വീണു പോകും. അപ്പോൾ ഇവരെല്ലാവരും വിചാരിക്കും പണി പാളിന്ന്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് വേറെ എന്തോ ഇയാൾ പെട്ടെന്ന് സിന്ധു ചേച്ചീനെ നോക്കുകയും ചെയ്യും. അപ്പോൾ സിന്ധു ചേച്ചി അവിടെ താഴെ വീണ എന്തോ ഒരു പെൻഡ്രൈവോ എന്തോ എടുത്തിട്ട് ജോണിൻ്റെ ടേബിളിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് കോഫി പൗഡർ ഇട്ട് താഴെ ആ പേപ്പറും കൂടെ വെക്കും. പിന്നീട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് വാക്വം ക്ലീനർ എടുത്തിട്ട് സിന്ധു ചേച്ചി പോകും. കാരണം ഇതിൻ്റെ സൗണ്ട് കൊണ്ട് ഇനി എന്ത് നടന്നാലും ആരും അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജോണ് കോഫി പോയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് അയാളുടെ ദേഹത്തേക്ക് ആ കോഫി വന്ന് തെറിക്കും. ഈ പേപ്പർ തെറിച്ച് വീണിട്ട്. അപ്പോൾ അയാൾ നേരെ വാഷ്റൂമിലേക്ക് പോകും. വാഷ്റൂമിലേക്ക് പോയപ്പോൾ തന്നെ അവിടെ വെച്ചിട്ടുള്ള ടിഷ്യൂ താഴെ വീണ് ഡോറ് ലോക്കാവും. പിന്നെ നെക്സ്റ്റ് സീനിൽ നമ്മളെ തട്ടിട്ട ഒരു കുട്ടിയില്ലേ ഓഫീസിലെ എംപ്ലോയി, അവൾക്കയക്കും. അവൾ വേഗം പോയി തലേന്ന് മറ്റേ സ്ലൈഡില്ലേ നമ്മുടെ ഡോറിൻ്റെ ചാവി കൊണ്ട് ഉണ്ടാക്കിയേ
അതെടുത്തിട്ട് അതിനുള്ളിലേക്ക് തിരുകും. അപ്പോൾ ഇനി എന്തായാലും അയാൾ അകത്തുനിന്ന് എത്ര ശ്രമിച്ചാലും ഡോറ് തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഈ വാക്യൂം ക്ലീനറിന്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് താഴെ ഇരിക്കുന്ന സെബാസ്റ്റ്യനും ആൽബർട്ടും ഇല്ലേ, അപ്പോൾ അവരെ നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CO2ന്റെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് ഇത് തുറക്കേണ്ടതായിരുന്നു. അപ്പോൾ CO2 അവർ ആ ഗാർഡൻ പൈപ്പ് വഴി കയറ്റിയിട്ട് ടോയ്ലറ്റിലേക്ക് വിടും. അങ്ങനെ ആ ബാത്റൂം മൊത്തം സ്പ്രെഡായിട്ട് CO2 ഇയാൾക്ക് ശ്വാസം കിട്ടാണ്ട് ഇയാൾ നെഞ്ച് പൊട്ടി അയാൾ അവിടെ മരിച്ച് വീകും. ഇയാൾക്ക് ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് തന്നെ ജോൺ എത്ര മിനിറ്റ് വേണമെന്ന് ഇവക്ക് നേരത്തെ മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ താഴ്ന്ന് സെബാസ്റ്റ്യൻ പോയിട്ട് പിന്നീട് ആ പൈപ്പ് കണക്ഷൻ ഇല്ലേ ആ മേലത്തേക്ക് കൊടുത്തിട്ടുള്ള അതൊക്കെ താഴത്തേക്ക് വലിച്ചിട്ട് ആദ്യം ഉണ്ടായ പോലെ തന്നെ നോർമൽ ആക്കിയിട്ടിടും. പിന്നെ ലാസ്റ്റിലെ പണി അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു പെൺകുട്ടിക്കായിരുന്നു. അപ്പോൾ അവൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ കുത്തിവെച്ച ആ സ്ലൈഡ് ഇല്ലേ അത് എടുത്തിട്ട് കളയുന്ന ടാസ്ക് ആയിരുന്നു. അപ്പോൾ അവള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ മറവിയുണ്ട് നമ്മുടെ ഡോക്ടറോട് പറഞ്ഞ ആളില്ലേ അയാളായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവൾ എന്താന്ന് വെച്ചാൽ മറന്നു പോവും. അപ്പോൾ ഇവളിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കും. പക്ഷേ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോണയില്ലേ നമ്മുടെ സ്നാക്സ് ഒക്കെ തിന്നിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടേ അവള് പെട്ടെന്ന് മുടിയിൽ നിന്ന് ഇങ്ങനെ അവളെ സ്ലൈഡ് ഊരിയിട്ട് താഴെ വെക്കും. അപ്പോൾ ഇവക്ക് ഓർമ്മ വന്നിട്ട് പോയിട്ട് ആ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്ലൈഡ് വലിച്ചിട്ട് ഊരിയിട്ടു. അങ്ങനെ ഇവരെ പ്ലാന് വിജയകരമായിട്ട് പൂർത്തിയായി. പക്ഷേ അത് കഴിഞ്ഞ് ഇയാൾ മരിച്ച്. പക്ഷേ ഇവർ ആ ടിഷ്യൂ പേപ്പർ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായി. അത് ഈ പോലീസിന്റെ കയ്യിൽ തെളിവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവര് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായി എല്ലാവരും പേഴ്സണലായിട്ട് മാത്രം സംസാരിക്കണം, ആരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത്, എതിർത്ത് സംസാരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ സീനിൽ ഓരോരുത്തർ പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ടായല്ലോ, ഇതൊക്കെ ഇവർ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ഇവർക്ക് ആകെ കിട്ടിയ ഒരു പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഇല്ലേ അത് അവള് കൊണ്ടുവന്നതായിരുന്നു. അതിൽ നിന്നാണ് ഇയാൾക്ക് ഈ ഡോക്ടറിന്റെ പേരും പ്രിസ്ക്രിപ്ഷൻ ഇതൊക്കെ നോക്കിയിട്ട് എല്ലാം മനസ്സിലായത്. അതായിരുന്നു അവർക്ക് ആകെ കിട്ടിയ പണി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സന്ദീപിനെയാണ്. അപ്പോൾ സന്ദീപ് പറയുന്നത് ഇവരെന്ത് ചെയ്തു എന്നുള്ളതല്ല എനിക്ക് നോക്കേണ്ടത്, അവർക്ക് അനുഭവിക്കേണ്ടിടത്തോളൊക്കെ അവർ അനുഭവിച്ചു. പിന്നീട് നമ്മുടെ സന്ദീപ് SP ഓഫീസിൽ പോയിട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കും. ഇയാൾക്ക് ശ്വാസ തടസ്സമുള്ളത് കൊണ്ട് അവിടെ കൊഴിഞ്ഞു വീണ് മരിച്ചതാണ്. ഇയാളെ മരണത്തിൽ യാതൊരു സംശയവും ഇല്ല, ഇതൊരു ആക്സിഡന്റൽ ഡെത്ത് മാത്രമാണെന്ന്. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് SP ചോദിക്കും ഇതിന് ഇത്രയും ഇതൊക്കെ വേണമായിരുന്നു സന്ദീപേ, ഈ ഒരു കോമൺ സെൻസ് ഇല്ലേ, നിനക്ക് ഇതൊക്കെ ചിന്തിച്ചാൽ പോരെ, ഇതിനാണോ നീ ഇത്രയൊക്കെ അന്വേഷണങ്ങളൊക്കെ നടത്തിയത്? അപ്പോൾ പറയും സാർ എനിക്കൊരു സംശയങ്ങളൊക്കെ ഉണ്ടായി, അപ്പോൾ അതിന്റെ പേരിൽ ഞാൻ നടത്തിയതാണ്. അങ്ങനെ സന്ദീപ് ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇയാൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കുര്യാക്കോസ് ഡോക്ടറില്ലേ അയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ ഇയാളേൽ കുറച്ചും കൂടെ ഡാറ്റ കിട്ടാനുണ്ട്. അപ്പോൾ അത് ഇയാൾക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് പറയും നമ്മുടെ ജിപ്സൺ ജോർജിലെ അയാളും കൂടെ ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അയാളും ഇതിലൊരു പ്രതിയാണ്. കാരണം ജിപ്സൺ ജോർജ് ഒരു ബയോ കെമിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു. പിന്നീടുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ സന്ദീപ് നേരെ ഇവരെ ലാബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് ക്യാമറയൊക്കെ വെച്ചിട്ട് ഇയാൾ എങ്ങനെയൊക്കെയോ അവരെ ലാബ് കണ്ടുപിടിക്കും. അപ്പോൾ ഇവര് ടാബ്ലറ്റ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയില്ലേ അതൊക്കെ അവിടെ കാണാം. മാത്രമല്ല നമ്മുടെ ജിപ്സൺ ജോർജും അവിടെ ഉള്ളതായിട്ട് നമ്മുടെ സന്ദീപ് കണ്ടുപിടിക്കും. അങ്ങനെ ഇവര് ടാബ്ലറ്റ് കൊണ്ടുപോകുന്ന വണ്ടി പോകുമ്പോൾ സന്ദീപ് പുറകെ ഓടിയിട്ട് ആ വണ്ടീന്റെ ഉള്ളിലേക്ക് കയറും. ഈ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരിക്കും. പിന്നെ സന്ദീപ് അടുത്ത സീനിൽ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടെക് ഓഫീസിലേക്ക് പുതിയ MD ആയിട്ട് നമ്മുടെ ജിപ്സൺ ജോർജ് വരികയാണ് നമ്മുടെ ജോണിന് പകരമായിട്ട്. അപ്പോൾ ഇയാളിങ്ങനെ നടന്നു വരുമ്പോൾ ബാക്കിയുള്ളവരുടെ മുഖമൊക്കെ മാറും. കാരണം ഇവരെ ഉള്ളിലെ മൃഗം പിന്നെ എഴുന്നേറ്റിട്ടുണ്ടാവും. കാരണം ജിപ്സണും ഇവരെ ഈ ഇരയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ജിപ്സണും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇവർക്കും അറിയായിരുന്നു. അങ്ങനെ ജിപ്സൺ വന്നിട്ട് ക്യാബിനിലിരിക്കും. ബാക്കിയുള്ള എംപ്ലോയീസ് ഒക്കെ ഇയാളെങ്ങനെ ഒരു മൃഗീയമായിട്ട് നോക്കുന്ന ഒരു സീനും കാണിച്ചിട്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ സിനിമ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുതേ. മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.